എല്ലാ മലയാളികൾക്കും എന്റെ ഓണാശംസകൾ. തുമ്പപ്പൂവിതളിന്റെ നൈർമല്യവും മുക്കുറ്റിപ്പൂവിന്റെ തെളിമയും വിളഞ്ഞു വിലസുന്ന നെൽക്കതിരിന്റെ ഐശ്വര്യവും വള്ളംകളിയുടെ ആവേശത്തിമിർപ്പും സദ്യവട്ടങ്ങളുടെ മനം മയക്കുന്ന രുചിമണവും കൂടിച്ചേരുന്ന ഈ ഓണക്കാലം ഓരോ പ്രവാസി മലയാളിയുടെയും ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മപ്പെടുത്തലുകളാണ്. മനസ്സിൽ നന്മയുടെയും ആത്മാർപ്പണത്തിന്റെയും പ്രതീകമായ മാവേലിത്തമ്പുരാനെ വരവേൽക്കാൻ പ്രകൃതി പോലും ഒരുങ്ങി നിൽക്കുന്ന ഈ പൊന്നിൻ ചിങ്ങമാസം മലയാളിക്ക് അത് ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും പൊന്നോണത്തിന്റെ ആർപ്പ് വിളികൾ നിറയുന്ന ഉത്സവകാലം തന്നെയാണ്. പൂവിളി ഉയരുന്ന വയലോലകളും മുക്കുറ്റിപ്പൂക്കുന്ന കുന്നിൻചെരുവുകളും താണ്ടി വരുന്ന നമ്മുടെ മാവേലിത്തമ്പുരാനെ തിരുമുറ്റത്ത് പൂക്കളങ്ങളുടെ നിറച്ചാർത്ത് നൽകി കാത്തിരുന്ന ഒരു ബാല്യകാലമില്ലാത്ത മലയാളികളുണ്ടോ? ഇലയിട്ട് വിളമ്പുന്ന നറുരുചികളിലൂടെ ഓർമ്മകളുടെ രസമുകുളങ്ങൾ സമ്മാനിക്കുന്ന പൊന്നോണം, മലയാളി മനസ്സിന്റെ മധുരോദാര വികാരമായി നിറയുന്ന നമ്മുടെ പൊന്നോണം, ജാതിമത ഭേദമന്യേ ഏവരും ഒരുമിക്കുന്ന ഈ പൊന്നോണം ആഘോഷിക്കാം നമുക്കൊന്നായി. വീണ്ടും ഈ ഓണക്കാലം ആവേശത്തോടെ, ആത്മനിർവൃതിയോടെ, അഭിമാനത്തോടെ ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. கதவை துறடி. திரிக்கு முண்ட பகல்லையும் தூங்குறா, ராத்திரி தூங்குறா. இந்த மிரட்டுற வேலையெல்லாம் என்கிட்ட வேண்டாம். அடி கேப் மாதிரி இவ்வளவு நேரம் முடிச்சுக்கிட்டா இருந்தியா நீ? திரடிக்கிறவ முடியாதியா? நேத்து ரோட்ல என்ன துரத்தி துரத்தி அடிச்சேல, அடிச்சது தப்புன்னு என்கிட்ட மன்னிப்பு கேட்கணும். அப்பதான் என் கதவை துறப்பேன். என்ன அது மன்னிப்பா? இந்த பீட்டு கருத்தத்தைய மன்னிப்பு கேட்டதுல நீ என்னடி கசுமாளா? பக்காளி பண்ணி கதவை திறக்கல, ஆட்டோவை உள்ள விட்டியாதி போய். ஆமா, இந்த உதாரணங்களை நான் பயப்பட மாட்டேயா. நீ லாரியா கொண்டு வந்து ஏத்தினாலும் நான் கதவு திறக்க மாட்டேன். பணியிலே கிடந்த சாவு 2 நாளைக்கு இறுக்கி கட்டிட்டு படுத்தினா உனக்கெல்லாம் புத்தி வரும். திறக்கிறாள் அடிப்படியே. செவத்த தொலா இருக்குன்னு சொல்லி உன்னை கல்யாணம் பண்ண தப்பா போச்சு. இப்படியே உன்னை வச்சுக்கிறேன். உனக்கு சொல்லி கொடுத்தது யாரு?